അൽ-ഖ്വയ്ദ അടങ്ങുന്നില്ല. വീണ്ടും അവർ ജിഹാദുമായിട്ട് വരികയാണ്. എന്താണ് അവരുടെ ഉദ്ദേശം? അവരെന്തിനാണ് ഈ മതത്തെ കൂട്ടുപിടിക്കുന്നത്? ഇസ്ലാം രാഷ്ട്രം സ്ഥാപിക്കാൻ വല്ലതും കഴിയുമോ? ഇസ്ലാം രാഷ്ട്രമായി നിൽക്കുന്ന പാകിസ്ഥാനിൽ പോലും സ്വസ്ഥതയില്ല. അവിടെ ബലൂചിസ്ഥാൻ അവരത് അടിക്കുന്നു. സൈന്യത്തിന്റെ അടിയുണ്ട്. ഇമ്രാൻഖാനെ ഇറക്കിയിട്ട് അവിടെ സൈന്യ മേധാവിയാണ്, മൻസൂർ എന്ന് പറയുന്ന സൈന്യ മേധാവിയാണ് അവിടെ ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. രക്തദാഹികളാണ് അവരൊക്കെ. അവിടെ ആഭ്യന്തരമായി അവർ സാമ്പത്തികമായി ബുദ്ധിമുട്ടിലാണ്. ഇപ്പോൾ സിന്ധു നദി വെള്ളമൊക്കെ ഇല്ലാതെ വന്നപ്പോൾ അതും കൂടെ ചേർത്ത് നോക്കുമ്പോൾ അവിടെ പട്ടിണിയാണ്, ദാരിദ്ര്യമാണ്. ഇന്നലെ 30 രൂപയുടെ അരി 350 രൂപയായിരിക്കുന്നു. 30 രൂപയായിരുന്നു കഴിഞ്ഞ ദിവസം വരെ അരി, 350 രൂപയായിരിക്കുന്നു. വളരെ ദാരിദ്ര്യത്തിൽ പോകുന്നു, പട്ടിണിയിലേക്ക് പോകുന്നു രാജ്യം. ആ മുസ്ലിം രാജ്യത്തെ നന്നാക്കി എടുക്കണം. അങ്ങനെ ലോകത്ത് ഒരുപാട് മുസ്ലിം രാജ്യങ്ങളുണ്ടല്ലോ, അതിനെയൊക്കെ നന്നാക്കി എടുക്കൂ. അവിടെ എന്തിനാണ് യുദ്ധം? ഇറാൻ, ഇറാഖ്, തങ്ങൾ എത്ര രാജ്യങ്ങൾ, ആ രാജ്യം. അതുപോലെ ആഫ്രിക്കൻ രാജ്യം നോക്കൂ, എന്തുമാത്രം ബുദ്ധിമുട്ടുകളാണ് മുസ്ലിങ്ങളൊക്കെ. ആ രാജ്യങ്ങളിലൊക്കെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കൂ. അല്ലാതെ ഭീകരവാദത്തിലേക്ക് പോയി ഇപ്പോഴും ഇത്രയും തല്ല് കിട്ടി 9 കേന്ദ്രങ്ങളെ ഇല്ലാതാക്കിയിട്ടും ഇനി ബാക്കിയുള്ള കേന്ദ്രങ്ങൾ ഇല്ലാതാക്കാനുള്ള ഓപ്പറേഷൻ സിന്ദൂർ 2ാം ഘട്ടം വരാനിരിക്കുന്ന സാഹചര്യത്തിലാണ് അൽ-ഖ്വയ്ദ വീണ്ടും ട്വീറ്റ് ചെയ്തിരിക്കുന്നു, ഞങ്ങൾ അടങ്ങില്ലോ, ജിഹാദ് വിളിക്കുന്നു. നിങ്ങൾക്ക് കഴിയുന്ന കാര്യമാണോ? വെറുതെ കുറെ ആളുകളെ കൊല്ലാം, കുറെ ഭീകരവാദികളുടെ ജീവൻ ആരുടേതായാലും ഭീകരവാദിയുടെ ജീവനാണല്ലോ. അവർ ഭീകരവാദി ആകുന്നതിന് മുമ്പ് നല്ല മനുഷ്യരായിരുന്നല്ലോ. അപ്പൊ നല്ല മനുഷ്യരെ, ചെറുപ്പക്കാരെ അല്ലെ നല്ല മനുഷ്യരെയൊക്കെ വിളിച്ചുകൊണ്ട് പോയി മതം കുത്തിവെച്ച് പണം കൊടുക്കാമെന്ന് പറഞ്ഞ് മയക്കുമരുന്ന് കൊടുത്ത് പല രൂപത്തിൽ പല സംവിധാനങ്ങളിലൂടെയും അവരെ മാനസാന്തരപ്പെടുത്തി ഭീകരവാദികളാക്കി, തീവ്രവാദികളാക്കി കൊണ്ടുവന്ന് അവർ ചാവേറുകളായി അവരെ കൊല്ലുന്നു. അവരോട് പറയുന്നു സ്വർഗരാജ്യം കിട്ടുമെന്ന്. എന്ത് സ്വർഗരാജ്യമാണ് കിട്ടുന്നത് അവർക്ക്? ഭൂമിയിൽ ഇവിടെ വന്ന് ജീവനോട് വന്ന ഒരാൾ, ജനിച്ചു വന്ന ഒരാൾ മര്യാദയ്ക്ക് ജീവിച്ച് സന്തോഷിച്ച് ആനന്ദിച്ച് ഭൂമിയിലെ സ്വർഗം പോലെ ഭൂമിയാക്കി സന്തോഷിച്ച് പോകേണ്ട ജീവനുകളല്ലേ? എന്താണ് അൽ-ഖ്വയ്ദ വീണ്ടും ഇങ്ങനെ പറയുന്നത്? എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? നിങ്ങൾ ഭീകരവാദത്തിന്റെ അപ്പോസ്തലന്മാരായി വീണ്ടും വീണ്ടും തുടരുകയാണോ? ഒരു ഭീകരവാദം നടന്ന് അതിന് ഒരു തിരിച്ചടി ഉണ്ടായി, തീർച്ചയായിട്ടും അപ്പോൾ ഒരു സമാധാനത്തിന്റെ പാതയിലേക്ക് വരണ്ടേ? വീണ്ടും നിങ്ങൾ ജിഹാദുകൾ വിളിക്കുന്നു. ആരെയാണ് നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യുന്നത്? എന്താണ് നിങ്ങൾ ഈ ലോകത്തിന് നൽകുന്ന സന്ദേശം? ഭീകരവാദത്തിന് സന്ദേശമില്ല, തീർച്ചയായിട്ടും അത് ഭീകരവാദത്തിന്റെ സന്ദേശം മാത്രമേ ഉള്ളൂ. പക്ഷേ അടികൾ കിട്ടുമ്പോൾ, തിരിച്ചടി കിട്ടുമ്പോൾ പാഠങ്ങൾ പഠിക്കണ്ടേ? വീണ്ടും നിങ്ങൾ ജിഹാദ് വിളിച്ചു വരികയാണ്. ഭാരതത്തിനും എതിരെ, ലോകത്തിന്റെ വിവിധ സമാധാനം കാക്ഷിക്കുന്ന രാജ്യങ്ങൾക്കെതിരെ നിങ്ങളുടെ ജിഹാദ് വിളി ഈ അന്തരീക്ഷത്തിൽ മുഴങ്ങി നിൽക്കുന്നു. ഇതിന്റെ വല്ല കാര്യമുണ്ടോ? തീർച്ചയായിട്ടും അൽ-ഖ്വയ്ദയെ നിങ്ങൾ സൂക്ഷിക്കുക. നിങ്ങൾക്ക് അങ്ങനെ വിജയിച്ചു പോകാൻ കഴിയില്ല. ചില ആക്രമണങ്ങൾ നടത്താൻ കഴിയും, സാധാരണക്കാരായ കുറെ ആളുകളെ കൊല്ലുവാൻ കഴിയും, കുറെ സ്വത്തിന് നാശമുണ്ടാക്കാൻ കഴിയും. ബോംബെയിലും പാർലമെന്റിലും ഒക്കെ നിങ്ങളത്, ഇന്ത്യൻ പാർലമെന്റ് ആക്രമിച്ചപ്പോഴൊക്കെ നിങ്ങളത് ശ്രമിച്ചതാണ്. പക്ഷേ അല്ലാതെ നിങ്ങൾക്ക് ഇസ്ലാമവൽക്കരിക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ചിന്തയൊന്നും ഇല്ലല്ലോ. യഥാർത്ഥ ഇസ്ലാം അങ്ങനെയൊന്നും നടക്കുന്നില്ലല്ലോ. അതേസമയം നിങ്ങൾ കുറച്ചാളുകൾ മതത്തിന്റെ പേരിൽ ഇങ്ങനെ തീവ്രവാദം പ്രചരിപ്പിച്ച് അതിനൊരു വലിയ സംവിധാനം ഉണ്ടാക്കി മറ്റു രാജ്യങ്ങളിൽ നിന്ന് പണം മൊബിലൈസ് ചെയ്ത് നിങ്ങൾ ലോകത്തെ നശിപ്പിക്കുന്ന ഒരു രീതി കൊണ്ടുവരുന്നുണ്ട്. അൽ-ഖ്വയ്ദമാർ തിരിച്ചറിയുക, നിങ്ങളുടെ ഭീകരവാദത്തിന് വലിയ ആയുസില്ല. കുറെ നിരപരാധികളെ കൊല്ലാം എന്നതിനപ്പുറം അതൊരു ആയുസുള്ള ആയുധമല്ല ഭീകരവാദം. മതഭീകരവാദമായാലും മത തീവ്രവാദമായാലും ആളുകളുടെ ഉറക്കവും ഊണും ഇല്ലാതാക്കുമെന്നതിനപ്പുറം, കുറെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുമെന്നത്രയും, ജീവിച്ചിരിക്കുന്നവർ നിരാലംബരായി മാറും എന്നതിനപ്പുറം ഒരു ഭീകരവാദവും ലോകത്തൊരു ശാന്തിയും കൊണ്ടുവരുന്നില്ല. അൽ-ഖ്വയ്ദമാർ ഇത് മനസ്സിലാക്കുക. നിങ്ങളുടെ ജിഹാദി വിളികൾ നിങ്ങൾ അതുപോലെ തന്നെ പിൻവലിക്കുക. ജിഹാദുകളല്ല വിളിക്കേണ്ടത്, ശാശ്വതമായ സമാധാനമാണ്, സ്വാതന്ത്ര്യമാണ്, ശാശ്വതമായ സത്യമാണ് ഈ ഭൂമിയിൽ പുലരേണ്ടത്. അത് തന്നെയാണല്ലോ എല്ലാ മതങ്ങളും ഉദ്ഘോഷിക്കുന്നത്. എന്നിട്ടും നിങ്ങൾ എന്തേ ഒരു മതത്തിന്റെ പേരിൽ മതവുമായി ബന്ധപ്പെടുത്തി ഈ ലോകത്തെ ഇങ്ങനെ വല്ലാതെ ജിഹാദ് വിളിച്ച് നശിപ്പിക്കുവാൻ ഇറങ്ങിപ്പുറപ്പെടുന്നത്? അൽ-ഖ്വയ്ദമാർ പിൻവാങ്ങുക.